പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും ധ്യാനിക്കാം. കർത്താവ് മറ്റുള്ളവരിൽ നന്മ കാണുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം നമുക്കൊന്ന് നോക്കാം. യേശുവിനെ ബന്ധിച്ച് പീലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ പീലാത്തോസ് യേശുവിനെ വിസ്തരിക്കുന്ന ഒരു വലിയ രംഗമുണ്ട്. യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് യേശു ആ പീലാത്തോസിൽ ചില നന്മകളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 19-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിലാണ്, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ ഒരു അധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. യേശുവിന് എല്ലാവരിലും നന്മകൾ കാണുവാൻ കഴിഞ്ഞു, പീലാത്തോസിൽ പോലും. അപ്പോൾ ആ പീലാത്തോസിൽ നന്മ കണ്ടതിൻ്റെ പരിണിത ഫലമായിട്ട് കർത്താവ് പറയുകയാണ്, ഉന്നതത്തിൽ നിന്ന് നിനക്ക് ഈ മേഖല കിട്ടി, അധികാരം. ഉന്നതത്തിൽ നിന്ന് നിനക്ക് ദൈവം അധികാരം തന്നതുകൊണ്ടാണ് നിനക്ക് ഇപ്പോൾ എൻ്റെ മേൽ ഈ അധികാരം പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. കാരണം ദൈവമായ കർത്താവ് ഈ പറയപ്പെട്ട പീലാത്തോസിൻ്റെ ജീവിതത്തിലും ഒരു നന്മ കാണുവാൻ കർത്താവിന് സാധിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മളെ സാമൂഹികമായ പശ്ചാത്തലത്തിലും കുടുംബ പശ്ചാത്തലത്തിലും കൂട്ടായ്മയുടെ മേഖലയൊക്കെ നമ്മളെ പല മേഖലകളിലും നമ്മളെ പിഴിയുകയും നമ്മളെ വിസ്തരിക്കുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവരിൽ നമുക്ക് നന്മ കാണുവാൻ സാധിക്കുന്നുണ്ടോ? യേശുവിനെ വിചാരണ ചെയ്ത വ്യക്തിയാണ് ഈ പറയപ്പെട്ട പീലാത്തോസ്. ആ പീലാത്തോസിന് കർത്താവ് ഒന്ന് നോക്കിയാൽ അവൻ ഭസ്മമായി പോകും. പക്ഷേ ആ സാഹചര്യത്തിൻ്റെ അധികാരി ഈ പറയപ്പെട്ട പീലാത്തോസ് ആയതിൻ്റെ പേരിൽ അവനിലും നന്മ കാണുവാൻ കർത്താവിന് സാധിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ വിസ്തരിക്കുന്ന, അതല്ലെങ്കിൽ നമ്മൾക്കെതിരെ മോശമായ രീതിയിൽ പറയുകയും നമുക്കെതിരെ നുണക്കഥകളൊക്കെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്ത് നമ്മളെ തരം താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കൂട്ടായ്മയിലും കാണും. അവരിൽ നന്മ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ തിന്മ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയിൽ ഒരു നന്മ കാണുവാനായിട്ടുള്ള മനസ്സുണ്ടാകണം. ഈ മനസ്സ് തരുന്നത് മറ്റാരുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇത്തരത്തിലുള്ളൊരു മനസ്സൊരു വ്യക്തിക്ക് തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പ്രിയ സഹോദരങ്ങളെ, അയൽവാസികളിൽ നന്മ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളെ വേദനിപ്പിക്കുന്ന, നമുക്കെതിരെ തിന്മ പ്രചരിപ്പിക്കുന്ന, ദുഷ്പ്രചരണം നടത്തുന്ന വ്യക്തികളിൽ നന്മ കാണുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവർ, യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടുള്ളവർ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മറ്റുള്ളവരിൽ നന്മ കാണണം. ആ മറ്റുള്ളവരിൽ നന്മ കാണുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ ദൈവം നമുക്ക് നൽകിയ എല്ലാവരെയും യേശു അവസാനം വരെ സ്നേഹിച്ചു. അവസാനം വരെ സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ ചിത്രം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അവസാനം വരെ
ആ കുരിശു മരണത്തിൻ്റെ അവസാനം വരെ, ആ മരിക്കുന്നതിന് മുന്നോടിയായി യേശു കുരിശിൽ കിടന്നുകൊണ്ട് കള്ളനോട് പറയുന്നുണ്ട്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. അപ്പോൾ ആ കള്ളനിലും യേശു ഒരു നന്മ കണ്ടു. ആ കള്ളനിൽ പോലും യേശു നന്മ കണ്ടുകൊണ്ട് അവനോട് പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കാണാൻ സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിലും ഒത്തിരി കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളുമുണ്ട്. ആ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളുമുള്ള നമ്മളെയും കർത്താവ് കാണുന്നത് നമ്മളിൽ ഒരു നന്മ കാണുന്നുണ്ട്. നമ്മുടെ സാമൂഹ്യമായ പശ്ചാത്തലത്തിലും കുടുംബ പശ്ചാത്തലത്തിലും കൂട്ടായ്മ പശ്ചാത്തലത്തിലുമെല്ലാം മറ്റുള്ളവരിൽ നന്മകൾ കാണുവാനായിട്ടുള്ള കണ്ണുകൾ നമുക്ക് തുറക്കണം. യേശു അവസാനം വരെ സ്നേഹിച്ചു, സകലരെയും സ്നേഹിച്ചു. തൻ്റെ കുരിശുമരണത്തിൽ യേശു കാണിച്ചു തരുന്നതും അതുതന്നെയാണ്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് യേശു കുരിശിലേറി. 1 യോഹന്നാൻ 2:2 പറയുന്നതും അതുതന്നെയാണ്. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായി യേശു മാറിയെങ്കിൽ ഈ ലോകം മുഴുവനിലുള്ള സകല മക്കളിലും യേശു നന്മ കാണുന്നു. ആ സകല മക്കളിൽ ഒരുവൻ ഞാനും നിങ്ങളുമാണ്. എന്നിലും നിങ്ങളിലും അവിടുന്ന് നന്മ കാണുന്നു. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സകല മനുഷ്യരിലും അവിടുന്ന് നന്മ കാണുന്നുവല്ലോ. കർത്താവെ, അങ്ങയെ വിസ്തരിച്ച പീലാത്തോസിൽ പോലും അങ്ങയ്ക്ക് നന്മ കാണുവാൻ സാധിച്ചു. സകല മനുഷ്യരിലും അവിടുന്ന് നന്മ ചെയ്യാൻ നന്മ കണ്ടുവല്ലോ. അതായിരുന്നല്ലോ അവിടുത്തെ പാപപരിഹാര ബലി. സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് മോചനം നൽകുന്നതിന് വേണ്ടി സ്വന്തം ശരീരത്തിൽ പാടുപീഴകൾ ഏറ്റെടുത്തുകൊണ്ട് പാപപരിഹാര ബലിയായി മാറിയ കർത്താവെ, അങ്ങയെ രക്ഷകനാഥനമായി സ്വീകരിച്ച സകല മക്കളും മറ്റുള്ളവരിൽ നന്മ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരായി മാറുവാൻ അങ്ങയുടെ ആത്മാവിനെ സകല മക്കളിലേക്കും അയച്ച് അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.